49 അല്ല 46 അല്ലെ, ആദ്യ സമ്മേളനമാണ്. 6-ലാണ് തുടങ്ങണേ, അവസാനിക്കുമ്പോൾ ഇവർ അംഗീകരിക്കുന്നത് 49-ല്. 6 തുടങ്ങി 9-ൽ അവസാനിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക് ആണ് അല്ലെ. ഗാന്ധിജിയുടെ ആഗ്രഹങ്ങളിൽ പരമാധികാരമുണ്ട്, തുല്യത, എല്ലാവരെയും ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ ഒരു ഇക്വാലിറ്റി ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT പാഠപുസ്തകത്തിലെ ഇപ്പോഴത്തെ പുതിയ പാഠപുസ്തകത്തില് സ്റ്റാൻഡേർഡ് 7-ലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, പുതിയ ചാപ്റ്റേഴ്സിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റീസെന്റ് നടന്ന എക്സാമിനേഷനിലൊക്കെ ഈ പുതിയ SCERT എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനിയുള്ള എക്സാമിനേഷന് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഈ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ടതുണ്ട്. കാരണം നമുക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും SCERT ചാപ്റ്റേഴ്സിന്റെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ള ആ ഒരു SCERT ചാപ്റ്ററിൽ എന്തെല്ലാം പോയിന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പൊ ഇതിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എല്ലാ സബ്ജക്റ്റിന്റെയും ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്കിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന വഴിയും വഴികാട്ടിയും. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇതാണ് ഗാന്ധിജിയുടെ ആ ഒരു കോട്ട്. ഈ ഒരു കോട്ട് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങളും ഒന്ന് കടന്നു വരികയുണ്ടായി. എവിടെയാണെന്നറിയാമോ? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശബമില്ലാത്ത ഇന്ത്യ അല്ലെ. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കി നമ്മുടെ ആർട്ടിക്കിൾ 17. ലഹരി വസ്തുക്കള് നമ്മുടെ നിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ 47 പറയുന്നുണ്ട് ലഹരി പാനീയങ്ങളൊക്കെ ഒഴിവാക്കണം അല്ലെ. അതുപോലെ പുരുഷന്മാരുടെ അവകാശങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കും അവകാശങ്ങൾ അനുഭവിക്കാനാകണം എന്ന് DPSPയിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലിക്ക് തുല്യ വേതനം ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി നിർദ്ദേശ തത്വങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി ഈ ഒരു ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ഈ ഒരു കോട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് നമുക്ക് വരാം. ഈ ചാപ്റ്ററിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്. അപ്പൊ ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന വരുമ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു സമയത്ത് നിന്നും ഒരു ഫ്യൂച്ചർ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം, ഗാന്ധിജി എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? പരമാധികാരം. നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക് ആണ് അല്ലെ. ഗാന്ധിജിയുടെ ആഗ്രഹങ്ങളിൽ പരമാധികാരമുണ്ട്, തുല്യത, എല്ലാവരെയും ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ ഒരു ഇക്വാലിറ്റി ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും ഒരു സഹോദര മനോഭാവം, സാഹോദര്യം, ഫ്രട്ടേണിറ്റി അല്ലെ. പിന്നെ ലിംഗനീതി, ജെൻഡർ ജസ്റ്റിസ്. ഇതൊക്കെ ഗാന്ധിജി ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾ? പരമാധികാരം, അതുപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരു തുല്യത, സാഹോദര്യം, ലിംഗനീതി. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. കുറച്ച് പോയിന്റ്സ് ഇതിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉയർന്നു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബഹുജന സമരം തന്നെയായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമ്മുടെ ശിപ്പായി ലഹള എന്ന് വിളിക്കുന്ന ആ ഒരു സമരം അല്ലെ. സൈനികര്, ഗോത്രവർഗക്കാര്, രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, കർഷകര് തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് ഈ സമരത്തിൽ പങ്കാളികളായത്. അതുകൊണ്ടാണ് ഇത് ബഹുജന സമരം എന്ന് പറയുന്നത്. കാരണം അല്ലാതെ തന്നെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ മാത്രമായിട്ട് അല്ലെ, അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെ ഇടയിലായിട്ട് അല്ലാതെ ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇത്രയും പേര്, സൈനികരും ഗോത്രവർഗക്കാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും കർഷകരും എല്ലാവരും പങ്കെടുത്ത ഒരു കലാപമായിരുന്നു 1857. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വന്ന ആദ്യത്തെ കലാപമാണെന്ന് പറഞ്ഞു. ഇനി ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പൊ 1857 ഒരു സമരം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ ഇടയിൽ എന്ത് വന്നു? ഒരു മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ദേശീയ ബോധം വന്നു. കാരണം പല മതവിഭാഗങ്ങളിലെ ആളുകൾ
ഒരുമിച്ച് ചേർന്ന് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരുടെ ഇടയിൽ എന്ത് വരികയാണ്? മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ദേശീയ ബോധം, ദേശീയത എന്നുള്ളൊരു ബോധം വളർത്താനായിട്ട് ഈ സമരം സഹായമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ദേശീയത എന്ന് പറഞ്ഞൊരു ഒറ്റ ആഗ്രഹം വന്നു. അപ്പൊ രാജ്യത്തിന്റെ പല ഭാഗത്തും പല പ്രാദേശിക സംഘടനകളും രൂപപ്പെട്ടു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും രൂപം കൊണ്ടുവന്ന ഓരോ സംഘടനകളുടെ പേരാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, സാർവജനിക് സഭയൊക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഓരോ സംഘടനകളുടെയും നേതാക്കന്മാർ ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കണം എന്താണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഘടനകളുടെ ഒക്കെ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വന്നത് 1885. 1875 സമരത്തിന് ശേഷം പല പ്രാദേശിക സംഘടനകൾ വന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 1885 ജനറൽ ആയിട്ട് ദേശീയ തലത്തിലൊരു സംഘടന വന്നു. മറ്റതൊക്കെ ഓരോ പ്രദേശങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ദേശീയ തലത്തിലൊരു സംഘടന വന്ന 1885 ഏതാണ് ആ സംഘടന? അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC. 1875 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് കഴിഞ്ഞ് പല ചെറിയ പ്രാദേശിക സംഘടനകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു. അതിനെല്ലാം ശേഷം ഒരു ദേശീയ തലത്തിൽ 1885 INC രൂപം കൊണ്ടു അല്ലെ. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. അപ്പോൾ രാജ്യം ഒട്ടാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സംഘടിതമായിട്ടുള്ള ഒരു മാനം വരികയാണ് പ്രക്ഷോഭങ്ങൾക്ക്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ ഒരു INCയുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? പല മതവിഭാഗങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാം ജാതി മത പ്രാദേശിക ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഈ ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം ഉണ്ടാവണം. അപ്പോൾ ജനറലി ഒറ്റ മനസ്സോടുകൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ ഒരു ദേശീയത എല്ലാവരിലും വരണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തണം. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ഒരു സംഘടന ദേശീയ തലത്തിൽ വേണം. അങ്ങനെ INC ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്താനും അതുപോലെ ഈ ജാതിമത പ്രാദേശികതകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് INC ശ്രമിച്ചത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ വിദേശികൾ ഇവിടുന്ന് ഓടിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? നമുക്ക് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക. അതോടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് INC പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിദേശികളെ ഇവിടുന്ന് ഓടിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഓരോ ഇന്ത്യക്കാരനും എന്ത് വേണം? മെച്ചപ്പെട്ട ഒരു സിറ്റുവേഷൻ, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവരുത്തണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് INC എന്നൊരു സംഘടന ശ്രമിച്ചത്. ഓക്കെ, സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദികൾ ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അതിനിടയിൽ തന്നെ INC തന്നെ തീവ്രവാദികളും മിതവാദികളും ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലോ. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു അവർ മുന്നോട്ട് സമരം നയിച്ചത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധി വന്നപ്പോഴാണ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അപ്പൊ ഗാന്ധിജി വന്നപ്പോഴാണ് എല്ലാത്തിനും ഒരു ഈ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം വന്നത്. അപ്പൊ ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അപ്പൊ ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് വന്നപ്പോഴാണ് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ട് എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് കിട്ടുന്ന രീതിയിൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കിയത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോഴേ ആ ഒരു നേതാക്കളൊക്കെ ആഗ്രഹിച്ച കാര്യം എന്താണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അല്ലെ, ആ 3 കാര്യങ്ങളാണ് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം അല്ലെ, നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 ആശയങ്ങളും ഒപ്പം മതസൗഹാർദ്ദവും എന്താണ് മൂല്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് ആ നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്.
അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടുകളാണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ നേതാക്കളുടെ ഉള്ളിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടക്കുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കുക മാത്രമല്ല, നമ്മുടെ ജനങ്ങൾക്ക് സാമൂഹികമായിട്ടും എല്ലാ രീതിയിലും നീതി വേണം, അല്ലെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഒരു ഈക്വൽ ജസ്റ്റിസ് വേണം, അതുപോലെ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം, മതസൗഹാർദ്ദം, ഇതെല്ലാം ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതാണെന്ന് ഈ നേതാക്കളൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു കാഴ്ചപ്പാടുകളൊക്കെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മതസൗഹാർദ്ദം, സഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇതിപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ശരിക്കും. അതിന് ഓരോരുത്തരും ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അവർക്ക് ഈ ഒരു ആവശ്യങ്ങളെല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. ഓരോ സംഘടനകളുടെയും INCയുടെ ഒക്കെ ലക്ഷ്യം ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകണം, സ്വാതന്ത്ര്യം, പൗര അവകാശങ്ങൾ ഉറപ്പുവരുത്തണം, നമ്മുടെ മൗലിക അവകാശങ്ങൾ, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം അല്ലെ, നമ്മുടെ റൈറ്റ് ടു റിലീജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജസ്റ്റിസ്, അതുപോലെ ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇതൊക്കെയായിരുന്നു ഇവരെ മുന്നോട്ട് വെച്ചത്. ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇവരുടെ ആശയങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുമുണ്ട് അല്ലെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തി സ്വാതന്ത്ര്യം, അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മുടെ മൗലികാവകാശങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മൗലിക അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ വന്നിട്ടുണ്ട്. ജനാധിപത്യം ഉണ്ട്, ക്ഷേമരാഷ്ട്രം, നിർദ്ദേശതത്വം, വെൽഫെയർ സ്റ്റേറ്റ്, നീതി, നമ്മുടെ പ്രിയാമ്പിളിൽ ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്, മതനിരപേക്ഷത നമ്മുടെ ആർട്ടിക്കിൾ 25 തൊട്ടിട്ട്, പിന്നെ തുല്യത, ഇക്വാലിറ്റി പറയുന്നുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ജനാധിപത്യ ഭരണം, ഇതൊക്കെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാം. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല. അതിനൊക്കെ മുൻപ് തന്നെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഈ ആശയങ്ങളൊക്കെ ഈ നേതാക്കന്മാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്, വിലയിരുത്തുക എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത് ഭരണഘടന നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ നേതാക്കന്മാരുടെ ഉള്ളില് അവരുടെ കാഴ്ചപ്പാടുകളിൽ വന്ന കുറെ ആശയങ്ങളുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് നീതി വേണം, തുല്യത വേണം, മതസൗഹാർദ്ദം ഇവിടെ ഉണ്ടാകണം, ഇവിടെ ക്ഷേമരാഷ്ട്രമാകണം അല്ലെ, ഒരു ജനാധിപത്യ രാഷ്ട്രമാകണം, വ്യക്തി സ്വാതന്ത്ര്യം വേണം, പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ ആ ഒരു ആശയങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് അത് നമ്മുടെ ഭരണഘടനയിൽ റിഫ്ലക്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഭരണഘടനയുടെ മുൻഗാമി ഇവിടെ എഴുതിയിട്ടുള്ളത് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പൊ 47 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് ഭരണഘടന വരുന്ന 50 അല്ലെ. അപ്പൊ അത്രയും വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? 47 ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയായി, ഭരണഘടന വരുന്നതാണ് 50. അപ്പൊ ഇതിനിടയ്ക്കുള്ള സമയത്ത് നമ്മുടെ നിയമം എന്തായിരുന്നു, നമ്മുടെ ഭരണഘടന എന്തായിരുന്നു എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായിരിക്കും? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മൾ ചിന്തിച്ചിട്ടോ അങ്ങനെ ഒരു കാര്യം? ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യം, അതിന് ആൻസറും പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തത് എന്തായിരുന്നു? അത് ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഒരു നിയമം ഉണ്ടായിരുന്നു ഇവിടെ. എന്താണത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊരു നിയമസംഹിതയായിരുന്നു. ഇതാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതായിരുന്നു റിപ്പബ്ലിക് ആകുന്നവരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്ന ആരെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലെ. ഇത്രയും നാള് നമ്മൾ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചാപ്റ്ററിലാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻസ് എടുത്ത് പറയുന്നത്. കാരണം ഭരണഘടനയുടെ ഒരു മുൻഗാമിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റിപ്പബ്ലിക് ആവുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നിയമമായിട്ട് മാറിയത് നമ്മൾ ഫോളോ ചെയ്ത് നോക്കി എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഇപ്പൊ ഓരോ ലൈൻ ബൈ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ റീസെന്റ് നടന്ന എക്സാമിനേഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും,
ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈനും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ മിക്ക ചോദ്യങ്ങളും എല്ലാ സ്റ്റേജിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയുടെ പല ആശയങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. 1950 ജനുവരി 26 നമുക്ക് ഭരണഘടന നിലവിൽ വന്നത്. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറഞ്ഞ ഒരു നിയമസംഹിതയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ കുറെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഓർത്ത് വെക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കുക എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളതെന്ന്. ഇവിടെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എത്ര പട്ടികകളാണ്, എത്ര ഷെഡ്യൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്? 10 ഷെഡ്യൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 321 വിഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് നമ്മുടെ മൈൻഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. 1935 എന്താണ് നിയമസംഹിത, എത്രത്തോളം വലുപ്പമുണ്ട് അത് നമുക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാം അല്ലെ. 321 വിഭാഗങ്ങളുണ്ട്, 10 സെക്ഷൻസ്, 10 ഷെഡ്യൂൾസ്, 10 പട്ടികകളുണ്ട്. 321 വിഭാഗങ്ങൾ, 10 പട്ടികകൾ. പിന്നെ ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, തൊഴിലാളികള് എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഈ നിയമസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ പ്രത്യേക മണ്ഡലങ്ങൾ പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുണ്ട്, ദുർബല വിഭാഗങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, തൊഴിലാളികൾക്ക് പറഞ്ഞിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, തൊഴിലാളികൾ ഇവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. എന്താണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങൾ 6 അല്ലെ. ഏതൊക്കെയാണ്? KT, അംബു എന്നുള്ളൊരു കോഡ് വെച്ച് നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാം. കർണാടക, തെലങ്കാന, A for ആന്ധ്രാപ്രദേശ്, M for മഹാരാഷ്ട്ര, B for ബീഹാർ, U for UP. അപ്പൊ കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഈ 6 സ്ഥലത്ത് ഇപ്പോഴും നിയമസഭയും നിയമസമിതി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉണ്ട്, ദ്വിഭരണമുണ്ട്. അപ്പൊ ഈ ഒരു ദ്വിമണ്ഡല സഭകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയോ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. നമ്മുടെ കേന്ദ്രത്തില് ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട് അല്ലെ. അപ്പൊ അത് ദ്വിമണ്ഡല സഭയാണ്. ലോകസഭയും രാജ്യസഭയും, അധോസഭയും ഉപരിസഭയും. അപ്പൊ ഈ ഒരു കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയും എവിടെ നിന്നുള്ളതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ 4 സൈഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 സൈഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് പറയാൻ ശ്രമിച്ചു നോക്കി. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എത്ര പട്ടികകള്, എത്ര വിഭാഗങ്ങള്? 321 വിഭാഗങ്ങളും പിന്നെ എത്ര പട്ടികകളാണ്? 10 പട്ടികകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കൊക്കെയാണ് പ്രത്യേക മണ്ഡലങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത്? ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, തൊഴിലാളികള് അല്ലെ. ഇത്രയും പേർക്ക് ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, തൊഴിലാളികൾക്ക് ഇവർക്കാണ് പ്രത്യേക മണ്ഡലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെയുള്ള 2 കാര്യവും ഏകദേശം സിമിലർ ആണ് അല്ലെ. എന്താണ്? ദ്വിമണ്ഡല സഭ അത് കേന്ദ്രത്തിലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ 6 സംസ്ഥാനങ്ങൾ, 6 പ്രവിശ്യകളാണ് അന്ന്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നും നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. ഈ ഒരു ദ്വിമണ്ഡല സഭകളൊക്കെ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളെ ഈ ഒരു ഒറ്റ ഡയഗ്രാം വെച്ച് ആ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. എന്തൊക്കെ ഓർക്കാം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര വർഷം? 2 വർഷം 11 മാസം 17 ദിവസം. പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, 17 ആണോ 18 ആണോ എന്ന്. നിങ്ങൾ ഓപ്ഷൻ നോക്കി ആൻസർ കൊടുത്താൽ മതി. കാരണം SCERT 17 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 17 കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 18 എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷനിൽ 18ഉം 17ഉം ഒരുമിച്ചിടില്ല. ഓപ്ഷനിൽ 18 ആണ് ഇനി ഇട്ടേക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ 18 കൊടുക്കുക, 17 ആണെങ്കിൽ 17 കൊടുക്കുക. SCERT എന്താണെങ്കിലും 2 വർഷവും 11 മാസവും 17 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര കാലം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ചെയ്തത്? 2 വർഷവും 11 മാസവും 17 ദിവസവും ആസ് പെർ SCERT. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമുക്കറിയാവുന്നതാണ് അല്ലെ. സ്ഥിര അധ്യക്ഷനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇവിടെ രാജേന്ദ്ര പ്രസാദ്, ഇവിടെ അംബേദ്കർ അല്ലെ. അവിടെ രാജേന്ദ്ര പ്രസാദ്, ഇവിടെ അംബേദ്കർ. രണ്ടുപേരുടെ റോള് പറഞ്ഞോളൂ. രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ, അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ഇവിടെ നിർമ്മാണ കാലയളവ് പറഞ്ഞു 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇവിടെ അതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 46 ഡിസംബർ 9 പലതവണ ഇപ്പൊ ഈ റീസെന്റ് എക്സാമിനേഷനിലൊക്കെ ചോദിച്ചു. 46 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9. ഓക്കെ, അപ്പൊ അത്രയായി. ഇനി താഴെ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് നവംബർ 26 നമ്മുടെ പ്രിയാമ്പിളി ഡേറ്റാ കൊടുത്തിട്ടുള്ളത്. അന്നാണ് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 ഇനി ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഈ എത്രയാ 1, 2, 3, 4, 5, 6 പോയിന്റ്സ് 1 by 1 ആയിട്ടൊന്ന് ഓർത്ത് പറഞ്ഞേ. ഫസ്റ്റ് എത്ര സമയം എടുത്തു, ഓരോന്നും ഓരോ ചോദ്യം അല്ലെ, 6 പോയിന്റ്സും 6 ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിക്കാനായിട്ട് എത്ര സമയം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. രണ്ടാമത്തെ ചോദ്യം, ഇവർ എന്നാണ് ആദ്യത്തെ സമ്മേളനം നടത്തിയത്? 1949 ഡിസംബർ മാസം 46 അല്ലെ, ആദ്യ സമ്മേളനമാണ്. 6 തുടങ്ങണേ, അവസാനിക്കുമ്പോൾ ഇവർ അംഗീകരിക്കുന്നത് 49 6 തുടങ്ങി 9 അവസാനിക്കുന്നത്. 46 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം. ഇനി 2 പേരുടെ പേര് പറഞ്ഞല്ലോ. ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഇനി ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അംബേദ്കർ. 4 പോയിന്റ്സ് ആയി. ഇനി എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? 1949 നവംബർ മാസം 26 അവർ ഒപ്പുവെച്ച് അംഗീകരിക്കുന്നത്. ഇനി എന്ന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി ഭരണഘടന വന്നു? 1950 ജനുവരി മാസം 26. അത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ ഭരണഘടന നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട്? അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് 1946 ഡിസംബർ മാസം 9 തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ, ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 1950 ജനുവരി 26 നിലവിൽ വന്നു. മൊത്തം എത്ര നാൾ എടുത്തു ഭരണഘടന കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ഡോക്ടർ അംബേദ്കറിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഇത്രയും 2 വർഷവും 11 മാസവും 17 ദിവസവും ഒക്കെ എടുത്ത് ഇങ്ങനൊരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹം? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാകണം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെതാണ് അല്ലെ. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന. ഇത്ര നാളെടുത്തില്ലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ അത് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണമെന്ന്. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. ചില്ലറ എഫേർട്ടൊന്നും അല്ല അദ്ദേഹം എടുത്തിട്ടുള്ളത് അല്ലെ. നമുക്ക് വളരെ ഉറപ്പായിട്ടും ഭരണഘടനയുടെ ശില്പി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്താ? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകളെ വിശദമായിട്ട് അദ്ദേഹം പഠിച്ചു. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. പലരും പറയും നമ്മുടേത് ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ കടമെടുത്തതാണ്, മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തുണ്ടാക്കിയതല്ലേ. ശരിയാണ്, കടമെടുത്തതാണ്. പക്ഷെ എല്ലാം അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കടമെടുക്കുകയല്ല. ഓരോ രാജ്യങ്ങളുടെയും ഭരണഘടനയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് അതിലെ നല്ല വശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ രാജ്യത്തിന് അല്ലെ. വൈവിധ്യം, അതുപോലെ നമ്മുടെ ചരിത്ര പാരമ്പര്യം, നമ്മുടെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആശയങ്ങൾ എടുത്തൊരു ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെതായ തനത് സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ ഇവിടെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഒന്നും അല്ല എടുത്തിട്ടുള്ളത്. മറ്റ് പല രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും നല്ല വശങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം, നമ്മുടെ ചരിത്ര പാരമ്പര്യം, സംസ്കാരവും ഒക്കെ പരിഗണിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അംബേദ്കറിന്റെ ഒരു കോൺട്രിബ്യൂഷനെ മനസ്സിലാക്കുന്ന ഒരു പാരഗ്രാഫാണ് അല്ലെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്, ഭരണഘടനയുടെ ശില്പിയാണ്. അദ്ദേഹം ലോകത്തിലെ 60 രാജ്യങ്ങളുടെ ഭരണഘടനയെ വിശദമായിട്ട് പഠനം നടത്തിയാണ് ഒരു ഭരണഘടന തയ്യാറാക്കുന്നത്. അപ്പൊ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയുടെ നല്ല വശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്ര പാരമ്പര്യവും സംസ്കാരവും വൈവിധ്യവും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഭരണഘടനയിലേക്ക് ഈ മറ്റു രാജ്യങ്ങളുടെ ആശയങ്ങൾ സ്വീകരിച്ചത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഞാനിപ്പോ പറഞ്ഞു. 1950 ജനുവരി 26 നിലവിൽ വന്നു നമ്മൾ പറഞ്ഞു. അങ്ങനെ നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു എന്ന പോയിന്റ് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തോളണം, നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ. അവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഏറ്റവും ആദ്യം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നത്?
8 പേരല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 389 പേര്. ആ നമ്പർ 300 വെച്ചുള്ള നമ്പറൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. 389 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ. ഇത് 395 ഒരു 5 കൂടെ തികഞ്ഞായിരുന്നെങ്കിൽ 400 ആർട്ടിക്കിൾ ആയേനെ അല്ലെ. അപ്പൊ ആദ്യം ഭരണഘടന വരുമ്പോ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 395 ആർട്ടിക്കിൾ ഉണ്ട്. എത്ര പട്ടികകളുണ്ട്? 8 പട്ടികകളാണുള്ളത്. 8 പട്ടിക പറയാൻ എളുപ്പമുണ്ട്. ഇന്ന് 12 ഉണ്ട് അല്ലെ. 12 അല്ലേ ഇന്ന്? 12 പട്ടികകൾ ഇപ്പൊ നമുക്കുണ്ട്. അന്ന് വന്നത് 8 പട്ടികകളാണ്, 8 ഷെഡ്യൂൾസ് ആണ്. എത്ര ഭാഗമുണ്ട്? 22 പാർട്സ്. ഇന്ന് നമുക്ക് 25 ഭാഗമുണ്ട്. അന്ന് 22 പാർട്സ് ആണ്. അപ്പൊ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾ? 395 ആർട്ടിക്കിൾ. എത്ര പാർട്സ്, എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങൾ. എത്ര ഷെഡ്യൂൾസ്, എത്ര പട്ടികകളുണ്ട്? 8 പട്ടികകളുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടില്ലെന്ന് അറിയാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. ഭരണഘടനയുടെ സവിശേഷതകളിൽ ഒന്നാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ രാജ്യത്തെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട് അല്ലെ. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല നമ്മളെ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നുന്ന പോലെ ചെയ്യാനും പറ്റില്ല. അവിടെ ഭരണാധികാരികളെ നിയന്ത്രിക്കാനായിട്ട് ആരുണ്ട്? നിയമനിർമ്മാണ സഭകളുണ്ട്, ലെജിസ്ലേറ്റീവ് ഉണ്ട് അവിടെ. അപ്പൊ ഒരു വ്യക്തിക്ക്, ഒരു ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാം. ഇപ്പൊ രാജഭരണമാണെങ്കിൽ രാജാവിന്റെ ശാസന, രാജാവിന്റെ കൽപ്പന അത് അന്തിമമാണെന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, മന്ത്രിസഭയുണ്ട്, നിയമനിർമ്മാണ സഭകളുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഭരണാധികാരികളെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഓക്കെ. ഇനി അതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞത്. പാർലമെന്റിന്റെ ഭരണമാണ്, എന്നുള്ള ജനാധിപത്യ ഭരണമാണ്. ഈ നിയമനിർമ്മാണ സഭയിലുള്ള ആളുകളൊക്കെ ആരാണ്? നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, നമ്മുടെ പ്രതിനിധികളാണ്, നമ്മളെ വിജയിപ്പിച്ച് വിട്ട ആളുകളാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾക്കും അവിടെ റോൾ ഉണ്ട് അല്ലെ. അപ്പൊ അവരെ നിയന്ത്രിക്കുകയാണ് ഈ ഭരണാധികാരികൾ. അതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അധികാരമില്ല അവർക്ക് അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ് അല്ലെ. നമ്മുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് പരമാധികാരം ഉള്ളത്. ഇനി മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില പ്രത്യേക അവകാശങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ അത് അറിഞ്ഞിരിക്കാം അല്ലെ, അത് നമുക്കറിയാം. ഇനി മൗലിക കടമകൾ ഉണ്ട് നമുക്ക്. അതായത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോട് സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വം. നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ രാജ്യത്തോടുള്ള ചില കടമകൾ നമ്മൾക്കും ഉണ്ട്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് മൗലിക കടമകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ സവിശേഷതയാണ്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വേണം? സാമൂഹികമായിട്ട് ക്ഷേമം വേണം, സാമ്പത്തികമായിട്ട് ക്ഷേമം വേണം അല്ലെ. നമ്മുടെ അവകാശങ്ങൾക്ക് ഉറപ്പുവരുത്തണം. അപ്പൊ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അഥവാ നിർദ്ദേശങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞ മാർഗനിർദ്ദേശ തത്വങ്ങള്. ഇനി നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. അതെന്താണ്? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതമല്ല. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ. അതും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അടുത്തത് എന്താ? സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും, നിശ്ചിത പ്രായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമുക്കൊരു ജുഡീഷ്യറി ഉണ്ട്, അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. അപ്പൊ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ്. അതായത് ഇപ്പോ കോടതിയുടെ കാര്യത്തിൽ പോയിട്ട് പാർലമെന്റ് ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട വിധിയാകണം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിയമനിർമ്മാണ സഭയ്ക്കും നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിനും ഒന്നും അവിടെ റോളൊന്നും ഇല്ല. അത് അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അപ്പൊ ജുഡീഷ്യറിക്ക് ഇവിടെ എന്തുണ്ട്? അവർക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അവർക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തീരുമാനം എടുക്കാം. അവിടെ ഈ പറഞ്ഞ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട
ഒരു കോടതി സംവിധാനമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഫെഡറലിസം. എന്താണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ്. അതായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത്, ഇപ്പൊ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കേരള ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യും. നമ്മൾ കേരള ഗവൺമെന്റിനെയാണ് ഫോളോ ചെയ്യുന്നത്. സെയിം ടൈം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നമുക്ക് ബാധകമല്ലേ? ബാധകമാണ്. അപ്പൊ ചില അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനായിട്ട്. എന്നാൽ ഓവറോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുമാണ് നമ്മൾ. അപ്പൊ കേന്ദ്രത്തിന്റെ അധികാരങ്ങളും നമ്മൾക്ക് വരാറുണ്ട്. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഇങ്ങനെ അധികാരം വിഭജിക്കപ്പെടുന്ന ഈ ഒരു സംവിധാനത്തിനെ പറയുന്ന പേരാണ് ഫെഡറലിസം. ഓക്കെ, ഇനി ഏക പൗരത്വം. എന്താ അത് ഏക പൗരത്വം? ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ ചെന്നാൽ അവിടെ ആ രാജ്യത്തിന് ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് സ്റ്റേറ്റ്സിനും ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എല്ലാവർക്കും ഒറ്റ പൗരത്വമാണ് നമുക്കുള്ളത്. എന്താണ്? ഒറ്റ സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്. എന്താ അത്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരത്വം. ഇപ്പൊ രാജ്യത്ത് ഒരു ഒറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. അതാണ് ഏക പൗരത്വം. ഓക്കെ, ഏക പൗരത്വം. അപ്പോ ഒന്നോട്ട് നമുക്ക് നോക്കാം ഭരണഘടനയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10 പോയിന്റ്സ് ഓർത്തെടുത്ത് പറയാം. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട 3 ടോപ്പിക് അതിനകത്തുണ്ട്. ഏതൊക്കെയാ? മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശ തത്വങ്ങൾ. ആ 3 ഉണ്ട്. 10 3 കിട്ടി അല്ലെ? മൗലിക അവകാശങ്ങൾ, എല്ലാ പൗരന്മാർക്കും മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തണം അല്ലെ? നമ്മുടെ ഗവൺമെന്റ് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട മൗലിക അവകാശങ്ങളുണ്ട്. പിന്നെ മൗലിക കടമകളുണ്ട്. രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് മൗലിക കടമകൾ. പിന്നെ DPSP ഉണ്ട്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട്, അസമത്വമൊക്കെ ഇല്ലാതാക്കി സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ആ 3. പിന്നെ കോടതിനെ പറ്റിയൊരു കാര്യം പറഞ്ഞില്ലേ? എന്താ അത്? കോടതി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണ സഭകൾക്ക് അതുപോലെ കാര്യനിർവഹണ സഭകൾക്കൊന്നും അവിടെ റോളില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഓക്കെ, ജുഡീഷ്യറിനെ പറ്റി പറഞ്ഞു. അത് പറയുമ്പോഴത്തേന് റൂൾ ഓഫ് ലോ ഓർക്കുക. ആരും നിയമത്തിന് അതീതരല്ല അല്ലെ? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. എത്ര പോയിന്റ്സ് ആയി? മൗലികാവകാശങ്ങള്, മൗലിക കടമകള്, DPSP അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞു. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പറഞ്ഞു. റൂൾ ഓഫ് ലോ പറഞ്ഞു. 5 കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയില്? വോട്ടവകാശത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യാം. അപ്പൊ 6 പോയിന്റ്സ് ആയി. ഇനി ഏതാ 4 പോയിന്റ്സ് ഉള്ളത്? ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ്സ് എന്താണ്? നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. പിന്നെ ജനങ്ങളുടെ പരമാധികാരം. ജനങ്ങൾക്കാണ് പരമാധികാരം ഉള്ളത്. അവരിൽ നിന്നാണ് അധികാരം ഉത്ഭവിക്കുന്നത്. ഇനിയുള്ള 2 ഏതാ? പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം 2. മൗലികാവകാശവും മൗലിക കടമകളും നിർദ്ദേശ തത്വങ്ങളും 3, 2, 3, 5. പിന്നെ നിയമവാഴ്ച 6. കോടതിയുടെ കാര്യം പറഞ്ഞു 7. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പറഞ്ഞു 8. ഇനി 2 ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഫെഡറലിസം അല്ലെ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യമല്ല, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിക്കപ്പെടുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഏക പൗരത്വം. എന്താ അത് പറയണത്? ഒറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല. ഈ 10 സവിശേഷതകൾ നമ്മൾ പഠിച്ചു അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ 10 സവിശേഷതകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞേ. പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യും? അവർ നിയന്ത്രിക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറഞ്ഞു. ജനങ്ങൾക്കാണ് പരമാധികാരം. 3ാമത്തെ മൗലികാവകാശം, 4ാമത്തെ മൗലിക കടമ, 5ാമത്തെ നിർദ്ദേശ തത്വങ്ങള്, 6ാമത്തെ റൂൾ ഓഫ് ലോ, 7ാമത്തെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ജുഡീഷ്യറി സംവിധാനമാണ് പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, 9ാമത്തത് ഫെഡറലിസം ആൻഡ് 10ാമത്തത് ഏക പൗരത്വം. ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. ഇത്രയും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയില് ശരിയായവയ്ക്ക് നേരെ ഈ ഒരു സ്മൈലി വരയ്ക്കുക, അല്ലാത്തവയ്ക്ക് ഈ ഒരു സ്മൈലി വരയ്ക്കുക. സ്മൈലി എന്ന് വരയ്ക്കാൻ എനിക്കറിയില്ല, നമുക്ക് ടിക്ക് ചെയ്യാം അല്ലെ? ട്രൂ ഓർ ഫോൾസ് നോക്കാം. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ്? സർക്കാരുകളുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സർക്കാർ പറഞ്ഞ കേട്ടോളണമെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? നമുക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണ്. അവർ കീഴിലൊന്നുമല്ല, അവർ സെപ്പറേറ്റ് സ്വതന്ത്രമായിട്ട് തന്നെയാണ്. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട് നമുക്ക് 50. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? സർക്കാരുകളുടെ കീഴിലാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇത് നമുക്ക് ഫോൾസ് എന്ന് പറയാം, തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്.
ശരിയാണോ? നമ്മളിപ്പോ പറഞ്ഞില്ലേ ഫെഡറലിസം, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്നുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ, അത് സ്റ്റേറ്റ് ആണ് അതിൽ തീരുമാനം എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. ട്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അവിടെ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണോ? 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടെന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അത് ശരിയാണ്. പിന്നെ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അവിടെ ചില എക്സംഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ക്രിമിനൽസ്, ജയിലിൽ കിടക്കുന്നവര്, അല്ലെങ്കിൽ ഇപ്പൊ മാനസിക നില തകരാറായവര്, അവരൊന്നും വോട്ട് ചെയ്യാറില്ല. ജനറലി നമുക്ക് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്താണ്, ഒരു നിശ്ചിത, നമ്മുടെ ഇവിടെ ഒരു സവിശേഷതകൾ നമ്മൾ കണ്ടല്ലോ, ഭരണഘടനയുടെ സവിശേഷതകൾ അത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാവർക്കും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും അവിടെ വോട്ടവകാശം ഉണ്ട്. 18 വയസ്സാണ് ആ പ്രായം, അല്ലെ? ആരും നിയമത്തിന് അതീതരല്ല. അത് നമ്മളിപ്പോ സവിശേഷതയായിട്ട് കണ്ടു, അല്ലെ? എല്ലാവരും നിയമത്തിന് അതീതരാണ്. എല്ലാവരും നിയമത്തിന് അണ്ടറിലാണ്. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാവരും നിയമത്തിന് അണ്ടറിലാണ് വരുന്നത്. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പൊ വാക്കൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വിധേയരാണോ അതീതരാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ആരും നിയമത്തിന് അതീതരല്ല എന്നാ പറഞ്ഞേക്കണേ. ആണോ? ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണോ? എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. നിയമത്തിന് മുകളിലല്ല ആരും. അപ്പൊ അത് ശരിയാണ്, അല്ലെ? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇവിടെ ആരും നിയമത്തിന് വിധേയരല്ല എന്നാ തന്നിരുന്നെങ്കിലോ അത് തെറ്റായേനെ. കാരണം എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകുന്നു. ശരിയാണോ? നമ്മളിപ്പോ പറഞ്ഞുള്ളൂ നമുക്ക് എന്ത് സിറ്റിസൺഷിപ്പാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. നമുക്ക് ഏക പൗരത്വമാണ്. നമുക്ക് ദേശീയ പൗരത്വം മാത്രമേ ഉള്ളൂ, അല്ലാതെ സംസ്ഥാന പൗരത്വം ഒന്നും നമുക്ക് ഇല്ല. അപ്പൊ ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ഫോൾസ് ആണ്, തെറ്റാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണോ? നമ്മൾ പറഞ്ഞു അല്ലെ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കടമകളും ഉണ്ട്. ഓഫ് കോഴ്സ്, അല്ലെ? നമുക്ക് കടമകളും ഉണ്ട്, നമ്മൾ കണ്ടു. അത് ഭരണഘടനയുടെ സവിശേഷതകളിൽ ഒന്നാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് ശരിയാണോ? നമ്മുടെ ഭരണാധികാരികൾക്ക് എന്തും തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മുന്നേ പറഞ്ഞു നമുക്ക് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ഭരണാധികാരികൾക്ക് മേലെ നിയമനിർമ്മാണ സഭകൾക്ക് നിയന്ത്രണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭരണഘടനയുടെ സവിശേഷതകളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത് നാളെ ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷനായിട്ട് വന്നേക്കാം. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ടില്ലല്ലോ, നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും നിയന്ത്രണം ഇല്ല എന്നുള്ളത് ഞാൻ ഇവിടെ മുന്നേ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയരുത്. ഇതൊക്കെ നമ്മുടെ SCRT പോയിന്റ്സ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഭരണഘടനയുടെ സവിശേഷതകളൊന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ കുറെ ബൈഹാർട്ട് ചെയ്തിട്ട് പോയാലാണ് നിങ്ങൾ മറന്നു പോവുക. പഠിക്കുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ, ഇവിടെ ഇങ്ങനെയാണ്, അല്ലെ? ഇവിടെ നിയമങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിലാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കോടതി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമാണ്, സ്വതന്ത്രമാണ്. നമുക്കിവിടെ ഫെഡറലിസം ഉണ്ട്. സംസ്ഥാനത്തിനും അധികാരമുണ്ട്, കേന്ദ്രത്തിനും അധികാരമുണ്ട്. നമുക്കിവിടെ ഏക പൗരത്വമാണ്. നമുക്ക് സംസ്ഥാനത്തിന് വേറെ, രാജ്യത്തിന് വേറെ എന്നൊന്നും അല്ല പൗരത്വം. നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമുക്ക് ജനങ്ങൾക്കാണ് പരമാധികാരം. പാർലമെന്റിലെ പരമാധികാരം ജനങ്ങൾക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയിൽ, പാർലമെന്റിലല്ല നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അവർക്കാണ് പരമാധികാരം. പിന്നെ പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. കാരണം നമ്മുടെ എന്താ പറയുക, ഭരണാധികാരികളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിയമനിർമ്മാണ സഭകളുണ്ട്. അതുപോലെ എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല, അല്ലെ? അങ്ങനെ ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തെറ്റില്ല. ഓക്കെ. ഇനി ഇതിനകത്ത് പറയുന്നത് നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയും കൂടെയാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമസംഹിതയാണ്. സംഹിതയും കൂടെ നല്ല അടിസ്ഥാന നിയമസംഹിതയാണ്. ഇതിൽ നിന്നാണ് എല്ലാ നിയമങ്ങളും വരുന്നത്. ഭരണഘടനയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓരോ നിയമങ്ങളും വരുന്നത്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. തോന്നുന്ന പോലെ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ഏതൊരു നിയമം ഉണ്ടാക്കിയാലും അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് കോടതി ചെക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളൊന്നും അത് വാലിഡ് ആവില്ല. ഇപ്പൊ ഏത് നിയമമാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ച് നൽകുന്നു എന്നർത്ഥം. ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നിയമം ഉണ്ടാക്കിയാൽ മതി,
അല്ലെ? ആ ഒരു ബൗണ്ടറി കൃത്യമായിട്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും. അപ്പൊ ഒരു നിയമത്തിന്റെ വ്യവസ്ഥ എന്താണ്, നിയമത്തിന്റെ സ്രോതസ് എന്താണ്, ഈ രണ്ട് നിലയിലും, നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും നിയമത്തിന്റെ സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനം ആർക്കാണുള്ളത്? ഭരണഘടനയ്ക്കാണ്. അപ്പൊ വെറും ഒരു ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള കുറെ റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല ഭരണഘടന. നമ്മുടെ രാജ്യത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമ സംഹിതയും കൂടിയാണ് നമ്മുടെ രാജ്യത്തില് നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും അതുപോലെ തന്നെ സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ഓക്കെ, കുറച്ച് നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം. ഇതേപോലത്തെ നിയമങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? വനം വന്യജീവി സംരക്ഷണ നിയമം, ബാലവേല നിരോധന നിയമം, ദേശീയ സുരക്ഷാ നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, ബാലനീതി നിയമം, അഴിമതി നിരോധന നിയമം, തൊഴിൽ നിയമം, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെ? ഇതൊക്കെ ചുവടെ മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു നിയമം എടുത്തിട്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമമല്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അല്ലാതെ അല്ലാതെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ മനസ്സിൽ വെച്ചോണം, ഈ നിയമങ്ങളൊക്കെയും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ്, അല്ലാതെ നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ്? വനം വന്യജീവി സംരക്ഷണം, ബാലവേല നിരോധനം, ദുരന്ത നിവാരണ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശം, ബാലനീതി, അഴിമതി നിരോധനം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശം, പരിസ്ഥിതി സംരക്ഷണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം. ഈ നിയമങ്ങളൊക്കെയും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. കുട്ടികളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, പോക്സോ. ഇത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വരാറുണ്ട് അല്ലെ? ബാലവേല നിരോധന നിയമം നമ്മുടെ ആർട്ടിക്കിൾ 24 ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൈലാഷ് സത്യാർത്ഥിയുടെ കാര്യമൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നുള്ളൊരു സംഘടന അല്ലെ? ബാലവേല ഉപയോഗിക്കാത്ത പ്രൊഡക്ട്സിന് ഗുഡ് വീവ് മുദ്ര, റെഡ് മാർക്ക് ഇപ്പൊ ഗുഡ് വീവ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷനിലൊക്കെ സുപ്രധാന നിയമങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന നിയമമാണ് പോക്സോ നിയമം. എന്താണ് പോക്സോ നിയമം? കുട്ടികളുടെ ലൈംഗികമായിട്ടൊക്കെ കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടാൽ പോക്സോ നിയമമാണ് സംരക്ഷണം കൊടുക്കുന്നത്. കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് പോക്സോ നിയമം. അപ്പൊ ഈ നിയമമൊക്കെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് 2012 എന്നാണ് ആക്ടിന്റെ പേര്. പലപ്പോഴും ചോദ്യം വരാറുണ്ട്, പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? അപ്പൊ അങ്ങ് ഒരുമിച്ച് പഠിച്ചു പൊക്കോളണം. ഇനി പോക്സോ എന്ന് പറഞ്ഞതിന് പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക, പോക്സോ ആക്ട് 2012. അപ്പൊ വർഷം ഒരിക്കലും മറക്കില്ല. പോക്സോ ആക്ട് 2012 ആണ് അല്ലെ? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നുണ്ട്. 1989 കുട്ടികൾക്കായിട്ടൊരു അവകാശ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതാണ്: കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ. അപ്പൊ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം? ലിംഗഭേദമില്ലാതെ, പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല പോക്സോ ആക്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. എന്താ പോക്സോയുടെ ഫുൾ ഫോം? അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം അല്ലെ? എന്താണ്? P for protection, protection of, O for off, protection of, C for children, protection of children from, S sexual, O offense act, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. അതാണ് പോക്സോയുടെ ഫുൾ ഫോം. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ് പോക്സോ 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് ഈ നിയമം പരിഗണിക്കുന്നു. പോക്സോ നിയമം കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് ഏത് വയസ്സിന് താഴെയുള്ളവരെയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടിയായിട്ടാണ് ഈ നിയമം പരിഗണിക്കുന്നത്. 18 വയസ്സ് പറയുന്നത്. ഈ നിയമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം.
ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO എന്നറിയപ്പെടുന്നു. അപ്പൊ പോക്സോ ആക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ ഒരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ നമ്മൾ പോക്സോ ആക്ടിന്റെ നിയമം പഠിക്കാറുണ്ട്, പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് ആയിരിക്കും മേ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ഇവിടെ 2 വകുപ്പുകളുടെ കാര്യം പറയുന്നുണ്ട്. 2 വകുപ്പല്ല, ഒരു വകുപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. ഏതാണ് ആ വകുപ്പ്? വകുപ്പ് 19. പോക്സോ ആക്ടിന്റെ വകുപ്പ് 19 എന്താ പറയുന്നത് നോക്കിക്കേ. എന്താണ്? ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് വകുപ്പ് 19 പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുള്ള വകുപ്പ് ഏതാണ്? പോക്സോയുടെ 19ാമത്തെ വകുപ്പാണ്. ആരുടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ പറയുന്നു. റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം ആരാണ്? 19ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നിയമത്തിൽ പറയുന്നുണ്ട്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ. ഓക്കെ. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്താ വിളിക്കുക? അവർക്കൊരു പേരുണ്ട്, CWPO. എന്താണ് അതിന്റെ ഫുൾ ഫോം? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അപ്പോൾ കുട്ടികളുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനുണ്ട് പോക്സോ കേസ് മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് മാത്രം കൈകാര്യം, ഏതെങ്കിലും ഒരു പോലീസുകാരൻ വന്നിട്ടല്ല ഇത് നോക്കുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം, 2 വകുപ്പ് പറയണ്ട അല്ലെ, പോക്സോയുടെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം അഥവാ പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. പോക്സോയുടെ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ട്, പോക്സോ മോണിറ്ററിംഗ് സെല്ല്. അത് ഒരുക്കിയിട്ടുള്ളത് ഏത് വകുപ്പ് പ്രകാരമാണ്? പോക്സോ മോണിറ്ററിംഗ് സെല്ല് 44ാം വകുപ്പ്. സെല്ല് എന്ന് പറയുമ്പോൾ സെല്ല് 4 വെച്ചിട്ടല്ലേ, 4 വെച്ചിട്ട് നമുക്ക് സെല്ലൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ അടച്ചുപൂട്ടി നമുക്ക് ചുമ്മാ കണക്ട് ചെയ്യാം. 44ാം വകുപ്പ് എന്താണ്? സെല്ലാണ്. എന്ത് സെല്ലാണ്? പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കേസുകളായിട്ട് ബന്ധപ്പെട്ട് പോക്സോ നിയമപ്രകാരം 44ാം വകുപ്പ് പ്രകാരം ഇങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. ആരെ ഒരുക്കിയിരിക്കുന്നത്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ പോക്സോയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് പറഞ്ഞ് 2012 വന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ് പോക്സോ എന്ന് പറഞ്ഞത്. ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഇതിനകത്ത് വരുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടി എന്ന് പറയുക. ഓരോരുത്തരും എന്ത് ചെയ്യണം? അവർക്ക് ഓക്കെ അല്ലാത്ത ഒരു സ്പർശനോ നോട്ടോ പ്രവൃത്തി എന്ത് വന്നാലും അരുതെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, അകറ്റി നിർത്തണം, പരാതിപ്പെടണം. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെ സെക്ഷൻ 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസോ ലോക്കൽ പോലീസോ ആണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. 44ാം വകുപ്പ് എന്താ പറയുന്നത്? നമ്മുടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന് ഒരു പ്രത്യേക നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ പോക്സോയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താ? CWPO. എന്താണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പേര്. ഓക്കെ. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കഠിന ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയിലുള്ള സാഹചര്യമൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ബോധവൽക്കരണത്തെ പറ്റിയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഇതിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ്. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിന്റെ വ്യവസ്ഥയാണ്, നിയമത്തിന്റെ സ്രോതസ്സാണ്. ഇത് 2 മാത്രമാണോ ഭരണഘടനയുടെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2ഉം കൂടാതെ ബാക്കി എന്തൊക്കെ ധർമ്മങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഒരു ട്രീ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഈ ട്രീയുടെ ഓരോ ബ്രാഞ്ചസിലും ഓരോ നിയമം, ഓരോ കാര്യങ്ങൾ, ഓരോ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങള്? പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു എന്നുള്ളത് ധർമ്മമാണ്. നമുക്കറിയാം അല്ലെ, നമുക്ക് അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പൗരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. എത്രത്തോളം അധികാരം ഗവൺമെന്റിന് ഉണ്ടെന്നും അവരുടെ ലിമിറ്റേഷൻ എന്താണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ പൗരന്മാരുടെ കാര്യം പറഞ്ഞു, ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ജനറലി രാജ്യത്തിന്റെ കാര്യം പറയുകയാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട്. ഭരണഘടന പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.
സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമാണ്. ഇങ്ങനെ ഒരു ഭരണഘടന ഇല്ലെങ്കിൽ ഇപ്പോൾ പലരും ഇവിടെ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയേനെ, അല്ലെങ്കിൽ അധികാരം ദുർവിനിയോഗം നടത്തിയേനെ, അല്ലെ? ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ, ഓരോ പ്രധാനമന്ത്രിമാർ മാറി മാറി വരുമ്പോൾ, ഓരോ രാഷ്ട്രപതിമാർ മാറി മാറി വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്കത് പറ്റില്ല. ഇവിടെ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ട് ഒരു സംരക്ഷണ കവചമായിട്ട് ഭരണഘടന പ്രവർത്തിക്കുന്നു. ഇനിയോ, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. ഇതൊരു രേഖയാണ്, അല്ലെ? എന്താണ്? ഒറ്റ ലൈനാണ്. നമ്മുടെ രാജ്യത്തിന് ദിശാബോധം, ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം, ഈ ഒരു ബ്രാഞ്ച് തന്നെ അതാണ്, അല്ലെ? നാനാത്വമാണ് കാണിക്കുന്നത്. ഈ ഒരു ട്രീ അതിന്റെ ഏകത്വമാണ്. അപ്പൊ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഈ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ 3, 4, 7 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ ധർമ്മങ്ങളായിട്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് നിയമത്തിന്റെ സ്രോതസ്, നിയമത്തിന്റെ വ്യവസ്ഥ, നിയമത്തിന്റെ സ്രോതസ്, ഇത് രണ്ടും ഭരണഘടനയാണ്. പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്, അല്ലെ? നിയമത്തിന്റെ സ്രോതസ്സാണ് നിയമവ്യവസ്ഥ. അതുകൂടാണ്ട് എന്തൊക്കെയുണ്ട്? ആദ്യം പൗരന്മാരുടെ കാര്യം പറയാം. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. അവകാശങ്ങളും കടമകളും. രണ്ടാമത്തത് പൗരന്മാർ കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കാര്യം പറയാം. എന്താ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞേ? ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും ഇതിനകത്ത് വ്യക്തമാക്കുന്നു. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അവരുടെ മാക്സിമം മിനിമം, അവരുടെ അധികാരങ്ങളും അവരുടെ പരിമിതികളും വ്യക്തമാക്കുന്നു. ഇനി രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു. രാജ്യത്തിന്റെ മഹത്തായ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ നിർവചിക്കുന്നു. അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന് പറഞ്ഞു. ഇനി നമുക്ക് സ്വേച്ഛാധിപത്യം ഒന്നും ഇല്ലാതെ, അല്ലെ? സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ടുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് ഭരണഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു ലൈൻ കണ്ടോ, ഒരു ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായിട്ട്, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായിട്ട് ഭരണഘടന നിലകൊള്ളുന്നു. പിന്നെ കുറെ ബ്രാഞ്ചസിന്റെ കാര്യമല്ലേ? നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അതുപോലെ രാജ്യത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പൊ അത്രയാണ് പോയിന്റ്സ്. എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം. പൗരന്മാരുടെ അവകാശം, ഗവൺമെന്റിന്റെ അവരുടെ മാക്സിമം മിനിമം അധികാരത്തിന്റെ പരിമിതിയും, അല്ലെ? പിന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന ആദർശങ്ങള്, പിന്നെ സ്വേച്ഛാധിപത്യവും അധികാര ദുർവിനിയോഗത്തിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം, പിന്നെ ഒരു ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട്, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. ലാസ്റ്റത്തെ എന്താ? രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. ഇത്രയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഓക്കെ. അപ്പൊ ഇത്രയാണ് 7ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെ? തുടങ്ങിയത് നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങിയത്. 1857 സമരം. അപ്പൊ അതിൽ നേതാക്കന്മാര് അവരുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടുകൾ, ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ്, അപ്പൊ ഈ സമത്വവും നീതി ജനാധിപത്യവും മൗലികാവകാശങ്ങളും ഒക്കെ അന്നേ അവരുടെ കാഴ്ചപ്പാടായിരുന്നു. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 1947 ഇൻഡിപെൻഡൻസ് ആയി, 1950 റിപ്പബ്ലിക് ആകുന്നു. ഇതിനിടയ്ക്കുള്ള സമയം നമ്മൾ ഫോളോ ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിൽ നിന്ന് നമ്മൾ ദ്വിമണ്ഡല സംവിധാനം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്, ആ ഒരു പോയിന്റ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ് കുറെ പോയിന്റ്സ് ആയിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്ന 10 കാര്യങ്ങൾ സവിശേഷതകൾ പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കാണിച്ചു. പിന്നെ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഒരു മരമായിട്ട് അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നിയമങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, പോക്സോ നിയമത്തെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദ്യമാക്കാം. പക്ഷെ ഇതിലിപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡയഗ്രം ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാനും ഓർത്തെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്, അല്ലെ? അതങ്ങനെ കണ്ട് പഠിക്കുമ്പോൾ, വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഒരു തവണയും കൂടി ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളത് വായിച്ചു നോക്കിയ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഉപകാരപ്പെടും. ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും പുതിയ പാഠഭാഗങ്ങളിലൊക്കെ മാറി വന്നിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിൽ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിന്റെയും SCERTയുടെ ചാപ്റ്റേഴ്സ് ഒക്കെ, പുതിയ ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എങ്ങനെയെങ്കിലും പഠിക്കാതെ എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കി, എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്, ചോദ്യത്തിന്റെ സോഴ്സ് മനസ്സിലാക്കി പഠിക്കുന്നത് ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ എല്ലാവരും സ്മാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്